ലഡു ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ലഡു. എന്നാൽ ലഡു ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ബൂന്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് ഉരുട്ടുമ്പോഴായാലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടലപ്പൊടിയാണ്. ഞാനിവിടെ 2 കപ്പ് അളവ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കടലപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇതുപോലെ അരിച്ച് തന്നെ ചേർത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കടലപ്പൊടിയിൽ എന്തായാലും കട്ടകൾ ഉണ്ടാകും. അപ്പോൾ കട്ടകൾ ആദ്യമേ തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കലക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് കടലപ്പൊടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ആദ്യം 1 കപ്പ് അളവ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം സമയമെടുക്കും ഇത് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് മുഴുവനായിട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഇപ്പോൾ ഒരല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. അതും മുഴുവനായിട്ടും ചേർത്തിട്ടില്ല. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/4 കപ്പ് അളവ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. 1/4 കപ്പ് അളവ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റായിട്ട് തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്റർ അല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ ഒട്ടും കട്ടകളില്ലാതെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരല്പം തിക്കായിട്ടായിരിക്കും ഉണ്ടാകുക, എന്നാൽ അത് നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാകേണ്ടത്. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു പാനിലേക്ക് ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ചൂടായോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബാറ്ററിൽ നിന്നും ഇതുപോലെ ഒരു ഡ്രോപ്പ് ഉറ്റിച്ച് നോക്കുക. അത് ഇതുപോലെ ഉറ്റിച്ച് കൊടുത്തപാട് തന്നെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഓയിൽ കറക്റ്റായിട്ട് ചൂടായി എന്ന് മനസ്സിലാകാം. ഇങ്ങനെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ബാറ്റർ ഡയറക്റ്റായിട്ട് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഞാനിപ്പോൾ ഒരു തവി എടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. എത്ര തിന്നാക്കി എടുക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2 തവിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലത്തെ പാൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കടായിലാകുമ്പോൾ ഒരു ഭാഗത്ത് ഊറിക്കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലത്തെ പാനാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ചുഴറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും നന്നായിട്ട് തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയുടെ ആ ഒരു തുള്ളലൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മൾ സാധാരണ ബൂന്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ ബാറ്ററും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറാൻ വേണ്ടി വെക്കുക. ചൂട് ആറി വരുമ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ജാറിൽ എത്രയാണോ കൊള്ളുക അത്രമാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് പൾസ് മോഡിൽ ഒരു 2-3 പ്രാവശ്യം കറക്കിയെടുക്കുക മാത്രമേ ചെയ്യണ്ടൂ. ഈ ഒരു രീതിക്ക് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ബൂന്തികളായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ബൂന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ലഡുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഞ്ചസാരയാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. പഞ്ചസാര ഞാനിവിടെ 2 കപ്പ് അളവ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് കടലപ്പൊടിക്ക് 2 കപ്പ് അളവ് പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാനിയാക്കി എടുക്കാം. ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വരണം. ആ ഒരു സമയം വരെയാണ് ഇതിപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കളറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്.
ഫുഡ് കളർ ഓപ്ഷനിലാണ്. ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാലും മതിയാകും. അപ്പോൾ ഇപ്പം നമ്മളുടെ പഞ്ചസാര പാനി പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒറ്റനൂൽ പരുവത്തിന് തൊട്ട് മുമ്പേയുള്ള പാകമാണ്. അപ്പോൾ കയ്യിൽ ഇതുപോലെ പറ്റി പിടിക്കണം, എന്നാൽ നൂൽപ്പരുവം ആയിട്ടുണ്ടാവില്ല. ആ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബൂന്തികൾ മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോയിൽ വേണം വെച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ ഒരു പഞ്ചസാര പാനി നന്നായിട്ട് അബ്സോർബ് ആയിട്ട് കട്ടിയായിട്ട് വന്ന് തുടങ്ങിക്കോളും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര പാനി നല്ല രീതിക്ക് എത്തുന്ന രീതിക്ക് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ആ ഒരു പാകമാകുമ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ ആ ഒരു പഞ്ചസാര പാനിയൊക്കെ അബ്സോർബ് ചെയ്ത് വന്നോളും. ഇതിപ്പോൾ ആ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാട്ടർമെലൻ്റെ സീഡ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എല്ലാം കൂടെ ഞാനിപ്പോൾ ഈ ഒരു പാകത്തിന് എത്തുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഓഫാക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യിൽ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കുന്നത് ഓപ്ഷനിലാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാൻ താല്പര്യമില്ലെങ്കിലും 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ ലഡുവിന് നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ആറി വരുംതോറും ഇത് തിക്കായി വന്ന് തുടങ്ങും. ഇപ്പോൾ ചൂടൊക്കെ നല്ല പോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. നമ്മൾക്ക് കൈകൊണ്ട് തൊടാൻ പാകത്തിനായിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇത് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ ഒരല്പം അമർത്തി ഉരുട്ടിയെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. സാധാരണ ബൂന്തി ഉണ്ടാക്കുന്ന ലഡു ആണെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ ചെറു ചൂടിൽ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത് നല്ലവണ്ണം അമർത്തിയിട്ട് ചെയ്യേണ്ടി വരും. ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. കയ്യിലൊന്നും എണ്ണയൊന്നും തടവേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ 25 ലഡുകളാണ് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇതൊരല്പം വലിയ ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു വലുപ്പത്തിൽ അങ്ങനെ തന്നെ 25 ഉരുളകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, എന്നാൽ ദിവസം കഴിയുന്തോറും അത് ഹാർഡായി വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ലഡു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.